നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിജയിയുടെ വിമർശനം. നീറ്റ് പരീക്ഷാ രീതി പൂർണ്ണമായി നിർത്തലാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നുമാണ് വിജയിയുടെ ആവശ്യം. രാജ്യവ്യാപകമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് പരീക്ഷാ റദ്ദാക്കലിലൂടെ തകർന്നതെന്നും വിജയ് വിമർശിച്ചു. മെയ് 3 നടന്ന പരീക്ഷയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 1 ലക്ഷം പേരുൾപ്പെടെ രാജ്യത്തുടനീളം 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ചോദ്യപേപ്പർ ചോർന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കേന്ദ്രം പരീക്ഷ റദ്ദാക്കി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2024 സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി. ISR മുൻ ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പരീക്ഷാ സംവിധാനത്തിന്റെ പരാജയം എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയുടെ കുറ്റപ്പെടുത്തൽ. മാത്രമല്ല, ദേശീയ തലത്തിലുള്ള ഇത്തരം പരീക്ഷ നടത്തിപ്പിൽ ഘടനാപരമായ പിഴവുകൾ ഉണ്ടെന്നും അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വിജയ് വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ രീതി ഗ്രാമീണ മേഖലയിലുള്ളവർക്കും സർക്കാർ സ്കൂളിൽ പഠിക്കുന്നവർക്കും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ തിരിച്ചടിയാണ് എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ വിമർശനം. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഡോക്ടർ എന്ന സ്വപ്നത്തിന് നീറ്റ് വലിയൊരു തടസ്സമാകുന്നുണ്ടെന്നും വിജയ് വ്യക്തമാക്കി. അതുകൊണ്ട് MBBS, BDS, ആയുഷ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണമെന്നും തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആവശ്യം അംഗീകരിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യം. എന്തായാലും നീറ്റിനെതിരായ തമിഴ്നാടിന്റെ പോരാട്ടം തുടരുമെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കേന്ദ്രത്തിനോട് വ്യക്തമാക്കുന്നത്. അതേസമയം തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി ജോസഫ് വിജയ് നേതൃത്വം നൽകുന്ന TVK സർക്കാർ 144 MLA-മാരുടെ പിന്തുണയാണ് വിജയ്ക്ക് കിട്ടിയത്. AIADMK-യിലെ 25 MLA-മാർ കൂറുമാറി വിജയ്ക്കൊപ്പം ചേർന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് DMK വിട്ടുനിന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ലെന്ന് DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ നിയമസഭയിൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തിരഞ്ഞെടുക്കപ്പെട്ട TVKക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് അടക്കം DMK സഖ്യത്തിൽ വിജയിച്ച ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കോൺഗ്രസ്, CPM, CPI, VCK, മുസ്ലിം ലീഗ് എന്നീ കക്ഷികളുടെ പിന്തുണയോടെ 120 MLA-മാരുടെ പിന്തുണ TVK ഉറപ്പാക്കി. അതേസമയം വിജയ് പ്രത്യേക ഒരു അനുമതി നൽകിയിരിക്കുകയാണ്. തമിഴ് സിനിമാ വ്യവസായത്തിന് അനുകൂലമായ മറ്റൊരു നീക്കം നടത്തിയിരിക്കുകയാണ്. സൂര്യയും തൃശയും ഒന്നിക്കുന്ന RJ ബാലാജിയുടെ ആക്ഷൻ ചിത്രം കറുപ്പ് എന്ന സിനിമയുടെ രാവിലെ 9 മണി ഷോകൾക്ക് വിജയ് ഇപ്പോൾ ഒരു പ്രത്യേക അനുമതി നൽകിയിരിക്കുകയാണ്. കറുപ്പിന്റെ നിർമ്മാതാക്കളായ ഡ്രീം കാരിയർ പിക്ചേഴ്സിന്റെ ഔദ്യോഗിക X ഹാൻഡിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വിജയുടെ ചിത്രത്തിനൊപ്പം ആ പ്രഖ്യാപനം വന്നത്. കറുപ്പ് സിനിമയുടെ 9 മണി ഷോകൾക്ക് പ്രത്യേക അനുമതി നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജോസഫ് വിജയിയോട് പ്രത്യേക നന്ദി. മെയ് 14 രാവിലെ 9 മണി മുതൽ ചിത്രത്തിന്റെ ആദ്യ ഷോകൾ തുടങ്ങുമെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. RJ ബാലാജി പോസ്റ്റിൽ X ഹാൻഡിലും പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം വിജയിയുടെ ഭരണം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വിജയ് എന്ന മുഖ്യമന്ത്രിയും ഉദയനിധി സ്റ്റാലിന് പ്രതിപക്ഷ നേതാവും എങ്ങനെയായിരിക്കും എന്ന കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം, എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം സാർ ചേരുന്നുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നമ്മളിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ വിജയിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണം തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഒരു സിനിമ കാണുന്ന ഫീലാണ്. മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് വിജയും പ്രതിപക്ഷ നേതാവായിട്ട് ഉദയനിധി സ്റ്റാലിനുമാണ്. അപ്പോൾ ഒരു നേർക്കുനേർ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും? കക്ഷികൾ സനാതനധർമ്മം ജനങ്ങളെ വിഭജിക്കുന്ന സനാതനധർമ്മം ഇല്ലാതാകണം. ആദ്യത്തെ പ്രസംഗത്തിൽ ഉദയനിധി പറയുന്ന ഇത്രയും വിവരമുള്ളൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. നമോഭാഗം വണക്കം ഉദയനിധി സ്റ്റാലിൻ എന്നേ പറയണം. എന്താ ഈ സനാതനധർമ്മം പറയുന്നത്? ഏകം സത് വിപ്ര ബഹുധാ വദന്തി, അതാണ് സനാതൻ്റെ അർത്ഥം. സനാതനം ചിരമായിട്ടുള്ളത്. എന്താ അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഏകം സത് വിപ്ര ബഹുധാ വദന്തി, ഒന്നേ ഉള്ളൂ സത്യം. അല്ല ഇസ്ലാം മതം പറയുന്ന പോലെ ഒരു മതമേ ഉള്ളൂ സത്യം എന്നല്ല, സത്യമായിട്ടൊന്നേ ഉള്ളൂ. ആ സത്യത്തിൻ്റെ പല രൂപങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആൻസിയും അത് ഞാനും അപ്പുറത്തിരിക്കുന്നവരും നമുക്ക് വരുന്ന ഗസ്റ്റുകളും ഈ മനുഷ്യരും എല്ലാം
നമ്മുടെ കുടുംബാംഗങ്ങളും വിശാലമായി ലോകത്തിലുള്ള മനുഷ്യരത്രയും ഒരേ ഒരു ബ്രഹ്മമെന്ന് പറയുന്ന രൂപത്തിൻ്റെ പല രൂപത്തിലുള്ള പ്രകാശനങ്ങളാണ്. നിൻ്റെ അയൽക്കാരൻ മാത്രമല്ലത്, നിൻ്റെ ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും എല്ലാം ഒന്നിൻ്റെ പല ഭാവങ്ങളാണെന്ന് പറയുന്ന, എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരു തത്വമാണ് സനാതനധർമ്മത്തിൻ്റേത്. അത് വിഭജിക്കുന്ന എന്ന് പറയുന്ന വിഡ്ഢിത്തം പറയുന്ന ഒരു MLA, അവരുടെ പ്രതിപക്ഷ നേതാവായതിൽ തമിഴ് മക്കളെ നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? അതുപോലെ തന്നെയാണ് വിജയ് സൂപ്പർ എന്ന് പറഞ്ഞത്. സിനിമയിലെ പ്രകടനം കൊണ്ട്, മിന്നുന്ന പ്രകടനം കൊണ്ട് ജനതരംഗത്തിനിടയിൽ മിന്നുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അദ്ദേഹം ആദ്യം ചെയ്തതെന്താ? പല മദ്യശാലകളല്ല, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഓരോരോ പാർട്ടികളുടെയും തിണ്ണ പോയി നിരങ്ങുക. കേരളത്തിൽ ഈ സമുദായ നേതാക്കളുടെ തിണ്ണയാണ് നിരങ്ങുന്നതെങ്കിൽ അദ്ദേഹം പോയി നിരങ്ങിയത് രാഷ്ട്രീയ പാർട്ടികളുടെ തിണ്ണ നിരങ്ങുക എന്ന കർത്തവ്യമാണ് ആദ്യമേ തന്നെ ചെയ്തത്. ഇതെന്തൊരു പരിപാടിയാണ് അദ്ദേഹം നടത്തിയത്? എല്ലാവരും പുകഴ്ത്തുന്നുണ്ട്. അദ്ദേഹം എല്ലാ പാർട്ടിയുടെ ഓഫീസ് സന്ദർശിക്കേണ്ടത് ജനങ്ങളുടെ വീടുകളാണ്, അവരുടെ തിണ്ണകളാണ്. അവിടെ പോയി നിരങ്ങിയാലും കുഴപ്പമില്ല. താനൊരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി മത്സരിച്ചു, ആ പാർട്ടിയോടാണ് അദ്ദേഹത്തിന് വിധേയത്വം വേണ്ടത്, മറ്റു പാർട്ടികളോടല്ല. തൻ്റെ കക്ഷിയിലോ മുന്നണിയിലോ ഒരിക്കലും ചേരാത്ത പാർട്ടികളോട് പ്രത്യയശാസ്ത്രമായി ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളുടെ പാർട്ടികളുടെ തിണ്ണയിൽ പോയി നിരങ്ങുക എന്നുള്ളത് ഒരു അരാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയമാണ്. എന്താണ് പറയാമെന്ന് ആൻസി? സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ പാർട്ടികളുടെ പിന്തുണ? അതാണ് കുതിരക്കച്ചവടത്തിന് വേണ്ടി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കുതിരക്കച്ചവടം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ഈ വകുപ്പ് വരെ മറ്റേ വകുപ്പ് ഇതെല്ലാം കുതിരക്കച്ചവടത്തിൽപ്പെടും. അതാണ് ആ സന്ദർഭത്തിൽ പോകുന്നത്. MLA-മാരുടെ എണ്ണം എന്താ കാര്യം? കൊടുത്ത 118 MLA-മാരുടെ പിന്തുണ വേണം. കിട്ടിയത് എത്ര? 106 MLA-മാരുടെ പിന്തുണ കോൺഗ്രസ് പിന്തുണച്ചപ്പോൾ. മനസ്സിലായില്ലേ? ആ പിന്തുണ പോരാ, ഭൂരിപക്ഷം കറക്റ്റായിട്ട് വേണം. അല്ലെങ്കിൽ നിങ്ങളെന്തിന് ഇദ്ദേഹത്തിനെ വിളിച്ചു? നമ്മുടെ ADMKയും DMKയും കൂടെ ചേർന്ന് പറയാം, ഞങ്ങളുടെ രണ്ടും കൂടെ രൂപവൽക്കരിക്കാമല്ലോ. ഗവർണർക്കെതിരെ അവർ ഇംപീച്ച്മെൻറ്റിന് ശ്രമിക്കും. ഇംപീച്ച്മെൻറ്റ് ഗവർണർക്കെതിരെ ഇല്ല, വേറെ കാര്യം. സുപ്രീം കോടതി കേസിന് പോകും. ഗവർണർക്കെതിരെ ഒന്നും ചെയ്യാനില്ലെങ്കിലും രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാം. അതൊക്കെ ഗവർണർക്കൊരു അപമാനമാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. വേറെ ഒന്നും അദ്ദേഹത്തിന് സ്ഥാനമല്ലോ ഒന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷേ അതൊരു നാണക്കേടല്ലേ? അദ്ദേഹം തെറ്റായ ഒന്ന് ചെയ്തു എന്നൊരു ബോധ്യം പൊതുജനങ്ങൾക്ക് പൊതുമണ്ഡലത്തിലുണ്ടാവില്ലേ? അതിന് കാരണമായ ഇതിന് കുതിരക്കച്ചവടം എന്താ പറയാത്ത? BJP 2 MLA-മാരെ എടുക്കും എന്ന് പറഞ്ഞാൽ അതിന് കുതിരക്കച്ചവടം എന്ന് പറയുമല്ലോ. ഓപ്പറേഷൻ കമലദൾ എന്നൊക്കെ പറയുമല്ലോ, ഓപ്പറേഷൻ കമൽ എന്നും പറയുമല്ലോ. അവിടെ കുതിരക്കച്ചവടം നടത്തി, ചാക്കിൽ കയറ്റി MLA-മാരെ എന്നൊക്കെ പറയുമല്ലോ. ഇവിടെ എന്താ അത് പറയാത്തത്? ഇപ്പോൾ അതാ AIDMKയുടെ 30 MLA-മാരെ കൂറുമാറി. അവരാർക്കെതിരെ മത്സരിച്ചോ അയാളുടെ പക്ഷത്തേക്ക് ചേരുന്നു. അത് കൂറുമാറ്റമല്ലേ? കൂറുമാറുകയാണ്. പക്ഷേ 32 MLA-മാരുടെ പിന്തുണയുള്ളതുകൊണ്ട് അവർ അയോഗ്യരാക്കപ്പെടുകയില്ല. വാസ്തവത്തിൽ അത് കൂറുമാറ്റം ചേരി മാത്രം. പരസ്പരം പോരാടിയ ആൾക്കാർ തമ്മിൽ ചേരുകയാണ്. ഇതാണല്ലേ അവിടെ സംഭവിച്ചത്. ഈ കുതിര കച്ചവടത്തിനൊക്കെ നെടുനായകത്വം നടത്തിയത് താൻ വലിയ ഹീറോ ആണ്, വീരനായകനാണുള്ള പരിവേഷം കെട്ടിയല്ല, അത് ആരംഗീകരിക്കാനാണ്? തുടക്കം തന്നെ മോശം.